യമനിൽ ഇസ്രയേൽ ആക്രമണം 35 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഖത്തറിന് മുകളിൽ വൻ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. ഇതിനു പിന്നാലെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തന്നെയാണ് യമനിൽ ആക്രമണം നടന്നിരിക്കുന്നത്. ലക്ഷ്യം വെച്ചത് ഹൂതികളുടെ കേന്ദ്രമാണ് എന്നും അതായത് ഹൂതികളുടെ സൈനിക കേന്ദ്രമാണ് എന്നും വ്യക്തമാക്കുന്നു. യമൻ തലസ്ഥാനമായ സാനിയയിലും അൽ ജഫ് ഗവർണറേറ്റിലുമാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയതെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും എന്നാൽ പ്രാഥമിക കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സാനിയയിലെ അൽ ത്രാഹിൽ പരിസരത്ത് വീടുകൾ, നഗരത്തിന്റെ തെക്കു പടിഞ്ഞാറുള്ള 60 സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സ്ഥാപനം, അതുപോലെ തന്നെ ഇതിന്റെ തലസ്ഥാനമായ അൽ ഹഫിൽ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവ ഉൾപ്പെടെ തന്നെ സാധാരണക്കാർ താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മസീറ TV റിപ്പോർട്ട് പ്രകാരം സാനിയയുടെ തെക്കു പടിഞ്ഞാറുള്ള ആരോഗ്യ മേഖലയിലെ ഒരു മെഡിക്കൽ സ്ഥാപനത്തിന് നേരെയും ആക്രമണമുണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ജെറ്റുകൾക്ക് നേരെ തങ്ങളുടെ ഭൂതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചുവെന്നും ഇതോട് ചില ഇസ്രായേൽ ജെറ്റുകൾ ആക്രമണം നടത്തി മടങ്ങിയെന്നും ഹൂതി സൈനിക വക്താവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണ് യമനിലെ ആക്രമണമെന്നും IDF പ്രതികരിക്കുകയും ചെയ്തു. വ്യോമാക്രമണം നടത്തിയത് യമൻ പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയത്തിലെ സൈനിക കേന്ദ്രങ്ങളിലാണ് എന്നതാണ് ഇസ്രായേലിന്റെ അവകാശവാദം. അതേപോലെ തന്നെ തലസ്ഥാനമായ സനായിലെ പവർ പ്ലാന്റ്, ഗ്യാസ് സ്റ്റേഷൻ എന്നിവയ്ക്കുൾപ്പെടെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അതേസമയം ഹമാസ് നേതാക്കൾക്ക് നേരെ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് US നടത്തിയ തിരിച്ചടിക്ക് സമാനമാണ് ഇസ്രായേൽ നടപടിയെന്നാണ് നെതന്യാഹുവിന്റെ വിശദീകരണം. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളെ പുറത്താക്കാൻ ഖത്തർ തയ്യാറാവണമെന്നും അല്ലെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നും പറയുന്നു. നിങ്ങൾ അത് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ അത് ചെയ്യുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് US എന്താണ് ചെയ്തതെന്നും നെതന്യാഹു ചോദിച്ചു. ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ് എന്നും US അറിയിച്ചത്. തുടർന്ന് UN ഇക്കാര്യത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്തു. ഹമാസിന് അഭയം നൽകുന്നതും അവർക്ക് പണം നൽകുന്നതും ഖത്തറാണ് എന്നും നെതന്യാഹു ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാകിസ്ഥാനിൽ ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തിയ US നടപടിയെ അഭിനന്ദിച്ച ചില രാജ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രാദേശിക സമയം വൈകിട്ട് 3:50 ദോഹയിലെ ഹമാസ് നേതാക്കൾ തങ്ങിയ കെട്ടിടത്തിൽ 12 തവണയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മുൻനിര നേതാക്കൾ രക്ഷപ്പെട്ട ആക്രമണത്തിൽ 5 ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിരുന്നു. നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയുമാണ് എന്നതാണ് ആക്രമണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഖത്തർ രംഗത്ത് വന്നതും. ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ മധ്യസ്ഥ ദൗത്യങ്ങൾ അവസാനിപ്പിക്കില്ല എന്നും ഖത്തർ അറിയിച്ചിട്ടുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ റഹ്മാൻ ദോഹയിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇതിനു പുറമെ തന്നെ ജോർദാൻ കിരീടാവകാശിയും സൗദി അറേബ്യൻ കിരീടാവകാശിയും വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഖത്തർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു. ഖത്തറിന്റെ പരമാധികാരത്തിനുള്ള കടന്നുകയറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.